ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനവയൽ ഒരുക്കുന്ന യുക്യാറ്റ് പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് എങ്ങനെയാണ് ക്രിസ്തുവിലുള്ള ജീവിതം ഉണ്ടായിരിക്കേണ്ടത്? യുക്യാറ്റ് 3-ാം ഭാഗത്തിന്റെ പ്രമേയം ഇതാണല്ലോ. ഈ ഭാഗത്തിലെ 297-ാം ഖണ്ഡിക ഇന്ന് നമുക്ക് തരുന്ന ചോദ്യം ഇതാണ്: ഒരു മനുഷ്യന് അവന്റെ മനസാക്ഷിയെ രൂപപ്പെടുത്തുവാൻ കഴിയുമോ? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1783 മുതൽ 88 വരെയും 1799, 1800 ഖണ്ഡികകളും ഈ ചോദ്യത്തിന് നൽകുന്ന ഉത്തരം ഇതാണ്: ഒരു മനുഷ്യന് അവന്റെ മനസാക്ഷി രൂപപ്പെടുത്തുവാൻ കഴിയും. യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുക തന്നെ വേണം. വിവേകശക്തിയുള്ള ഓരോ മനുഷ്യനും ജന്മസിദ്ധമായതാണ് മനസാക്ഷി. അതിനെ വഴിതെറ്റിക്കാം, മൃതപ്രായമാക്കാം. അതുകൊണ്ടാണ് നീതിപൂർവം പെരുമാറുന്നതിന് വർത്തമാനമായ തോതിൽ നന്നായി ട്യൂൺ ചെയ്ത ഉപകരണമായി അതിനെ രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നത്. മനസാക്ഷിയുടെ പ്രഥമ വിദ്യാലയം ആത്മവിമർശനമാണ്. നമ്മുടെ തന്നെ നേട്ടത്തിനു വേണ്ടി കാര്യങ്ങൾ നിശ്ചയിക്കുവാൻ നമുക്ക് പ്രവണതയുണ്ട്. മനസാക്ഷിയുടെ ദ്വിതീയ വിദ്യാലയം മറ്റുള്ളവരെ നന്മ പ്രവൃത്തികളിലേക്ക് നയിക്കലാണ്. നന്മയാണെന്ന് ശരിയായി തിരിച്ചറിഞ്ഞ് അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് മനസാക്ഷിയുടെ ശരിയായ രൂപീകരണം നയിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെയും വിശുദ്ധ ലിഖിതത്തിൻ്റെയും സഹായത്താൽ സഭ സുദീർഘമായ അതിൻ്റെ ചരിത്രത്തിൽ ശരിയായ പ്രവൃത്തിയെക്കുറിച്ച് വിപുലമായ അറിവ് ശേഖരിച്ചിട്ടുണ്ട്. അവളുടെ ദൗത്യത്തിൻ്റെ ഭാഗമാണ് ജനങ്ങളെ പഠിപ്പിക്കുകയും അവർക്ക് മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുക എന്നുള്ളത്. ജർമ്മൻ തത്വജ്ഞാനിയും സാമൂഹ്യ ശാസ്ത്രജ്ഞനുമായ മാക്സ് ഹോർഖ്ഹൈമർ പ്രകാരം പറയുന്നു: ധാർമ്മികതയോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും യുക്തിസഹമായി ദൈവശാസ്ത്രത്തിൽ നിന്നാണ് ആത്യന്തികമായി ഉറവെടുക്കുന്നത്, ഒരിക്കലും സെക്കുലർ ചിന്തയിൽ നിന്നല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല നാഥ, മനസാക്ഷിയുടെ സ്വരം അവിടുത്തെ സ്വരമാണല്ലോ. ഞങ്ങളുടെ താൽക്കാലിക നേട്ടത്തിനായി മനസാക്ഷിയുടെ സ്വരം പലപ്പോഴും അവഗണിക്കുവാനുള്ള പ്രവണത ഞങ്ങൾക്കുണ്ടാകാറുണ്ട്. ഞങ്ങളുടെ തീരുമാനങ്ങൾ ശരിയോ എന്ന് നിരന്തരം ആത്മവിമർശനം ചെയ്യുവാൻ ഞങ്ങൾക്ക് കഴിവ് നൽകണമേ. അതുപോലെ തന്നെ മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുവാനും അവരുടെ മനസാക്ഷിയെ ബഹുമാനിക്കുവാനും ഞങ്ങൾക്ക് കഴിവുള്ളവരാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ ശരിയായതിനെ മുറുകെ പിടിക്കുവാനും തിന്മയായതിനെ തൽക്ഷണം വെറുത്തുപേക്ഷിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. നാഥ, ഞങ്ങളുടെ പ്രാർത്ഥന സദയം ശ്രവിച്ചാലും. ആമേൻ.